ഇമാജിൻ ചെയ്യുക, ഒരു പുതിയ തരം ജങ്ക് ഫുഡ് ഇറങ്ങിയിട്ടുണ്ട്. ആ ജങ്ക് ഫുഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എന്ന് മാത്രമല്ല, അത് കഴിക്കാൻ നിങ്ങൾ ഒരു പൈസയും കൊടുക്കണ്ട. അത് 24 hours ഫ്രീ ആയി നിങ്ങൾക്ക് എത്ര വേണേലും കഴിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനത്തെ ഒരു ജങ്ക് ഫുഡ് ആക്ച്വലി റിയൽ ലൈഫിലുണ്ടോ? നിങ്ങളുടെ ബോഡിക്കില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിനുണ്ട്. ആ ഒരു ജങ്ക് ഫുഡാണ് പോണോഗ്രഫി അഥവാ പോൺ. പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വെച്ച് കണ്ടിരിക്കുന്ന ഏറ്റവും അൾട്ടിമേറ്റ് സൂപ്പർ നോർമൽ സ്റ്റിമുലസ് ആണ്. ഇത് ബൈ ഡിസൈൻ വീണ്ടും വീണ്ടും നിങ്ങളെ അതിലേക്ക് തിരിച്ചു വരുത്താനുള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോൺ കാണുന്നതിന്റെ ലോങ് ടേം എഫക്ട്സ് ആക്ച്വലി എന്താണെന്നുള്ള കാര്യമാണ്. പഠനത്തിൽ സമയവും ഫോക്കസ് കിട്ടാതെ പോലത്തെ ചെറിയ എഫക്റ്റ് മുതൽ ലോങ് ടേമിൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ സെക്ഷൽ ഹെൽത്തിനെയും എങ്ങനെ ബാധിക്കുന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ എക്സാക്ട്ലി നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. പോൺ കാണരുത്, അല്ലെ പോൺ കാണുന്നത് മോശമാണ് എന്നുള്ള രീതിയിൽ ഒരു മോറലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ നല്ല ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ മോശമായിട്ടുള്ള എഫക്ട്സ് എന്താണെന്നുള്ള കാര്യം അത് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പോണിന്റെ മോശം എഫക്ട്സ് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് പോൺ കാണാൻ വേണ്ടി നമുക്ക് ഇത്ര ഇഷ്ടം, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനോട് അഡിക്റ്റഡ് ആവുന്നതിന്റെ റീസൺ നമ്മൾ മനസ്സിലാക്കണം. മേജറായി 2 സയന്റിഫിക് റീസൺസ് ആണുള്ളത്. ഒന്ന്, നമ്മുടെ റിവാർഡ് പാത്വേ. നിങ്ങൾ പോൺ കാണുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഈ റെഡ് കളറിൽ കാണുന്ന സാധനം, അതിനെ നമ്മൾ വിളിക്കുക മീസോലിംബിക് പാത്വേ എന്നാണ്, അഥവാ റിവാർഡ് പാത്വേ എന്ന് വിളിക്കും. അത് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ പോലത്തെ പല പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇങ്ങനെ റിലീസ് ചെയ്യും. നിങ്ങൾ ഡ്രഗ്സ് കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ചെയ്യുകയാണെങ്കിലും ആൻഡ് ഈവൻ ജങ്ക് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഏതാണ്ട് ഈ ഒരു പാത്വേ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ ആക്ടിവേറ്റ് ആവുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണ്? ഇതിന്റെ പ്രശ്നം 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്ലഷർ ആയിരിക്കും, കാരണം ഇത് ആക്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് ഈവൻ മോർ ഡേഞ്ചറസ്. നിങ്ങൾക്ക് ആ ഒരു ബിഹേവിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ ആണ് കിട്ടുക. ഇത് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്ലഷർ കെമിക്കൽ അല്ല, ഒരു മോട്ടിവേഷൻ കെമിക്കലാണ്. നിങ്ങളൊരു കാര്യം ചെയ്ത സമയത്ത്, ഫോർ എക്സാമ്പിൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോഴായിക്കോട്ടെ, അപ്പോഴൊക്കെ ഡോപ്പമീൻ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ ആണ് കിട്ടുന്നത്. നിങ്ങൾ പോൺ കാണുമ്പോഴും എക്സാക്ട്ലി അതേ പാത്വേ തന്നെയാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ ഒരു ബിഹേവിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ റീസൺ മനസ്സിലാക്കാൻ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റിന്റെ കഥ പറഞ്ഞുതരാം. ഒരു പ്രത്യേക തരം ബേർഡ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള മുട്ടയാണ് ഇടുക. അപ്പോൾ സയൻറ്റിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു മുട്ട എടുത്ത് മാറ്റി, ആക്ച്വൽ മുട്ട എടുത്ത് മാറ്റിയിട്ട് അവർ കുറച്ചും കൂടി വലിപ്പം കൂടിയ, കുറച്ചും കൂടി കളർഫുൾ ആയുള്ള, കുറച്ചും കൂടി ടെക്സ്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ, ശരിക്കത്തേക്കല്ല, ഒരു ആർട്ടിഫിഷ്യൽ എഗ്ഗ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് അവർ ഈ നെസ്റ്റിൽ കൊണ്ടിട്ടു. എന്നിട്ട് അവർ കിളി തിരിച്ച് ഈ ഒരു കൂടിലേക്ക് വരാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിളി വന്നതും ചാടിക്കേറി ആക്ച്വൽ എഗ്ഗിനെ, ആക്ച്വൽ മുട്ടേനെ അവോയ്ഡ് ചെയ്തിട്ട് ഈ ആർട്ടിഫിഷ്യൽ എഗ്ഗിൻ്റെ മുകളിൽ അടയിരിക്കുകയും അതിനെ പരിപാലിക്കാനാണ് നോക്കിയത്. ഈ ഒരു സയന്റിഫിക് കോൺസെപ്റ്റിനെയാണ് നമ്മൾ വിളിക്കുക സൂപ്പർ നോർമൽ സ്റ്റിമുലസ്. നമ്മുടെ ഈ എക്സ്പെരിമെന്റിൽ ഈ ബേർഡിന് സംഭവിച്ചത് എന്താണ്? സാധാരണ സമയത്ത് അവരുടെ ആക്ച്വൽ എഗ്ഗ്, അതായത് അവരുടെ ഫ്യൂച്ചർ ഓക്സ്പ്രിങ്ങുള്ള എഗ്ഗാണത്, അല്ലെ, കുട്ടി ഉണ്ടാവുന്ന എഗ്ഗാണ്. ആ എഗ്ഗ് കാണുമ്പോൾ ആ ബേർഡിന്റെ ബ്രെയിനിൽ ഒരു പ്രത്യേക പാത്വേ ആക്ടിവേറ്റ് ആവും. നമ്മൾ നേരത്തെ കൊണ്ടുവരെ മീസോലിംബിക് പോലത്തെ ഒരു പാത്വേ അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അത് കാരണം അവർക്ക് ഇതിന്റെ മുകളിൽ ഇരിക്കാനും അതിനെ പരിപാലിക്കാനും ഒരു മോട്ടിവേഷൻ കിട്ടും. പക്ഷെ അതേസമയം കുറച്ചും കൂടി എക്സാജറേറ്റഡ് ആയിട്ട് സൂപ്പർ നോർമൽ സ്റ്റിമുലസ് കിട്ടുന്ന, ബ്രെയിനിന് കൊടുക്കുന്ന അതേപോലത്തെ എഗ്ഗ് കാണുമ്പോൾ ആ ഒരു പാത്വേ ഈവൻ മോർ എന്ത് ചെയ്യുന്നു, എക്സാജറേറ്റഡ് ചെയ്യപ്പെടും. ആ കിളിയുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ കുറച്ചും കൂടി എൻ്റെ മോനാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണെന്നുള്ള ആ ഒരു ഫീലിംഗ് ആ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പാത്വേ വഴി ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മദർ ചൈൽഡ് ഫീലിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആവുകയും അതുവഴി എന്ത് ചെയ്യുന്നു, ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി, അതായത് കിളി ഓട്ടോമാറ്റിക്കലി ഈ ഒരു മുട്ടയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റിയൽ ലൈഫിലും പല പല സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ബർഗറിൻ്റെ ഒക്കെ ആഡിൽ അവരിതൊക്കെ പെയിന്റ് ചെയ്തിട്ടാണ് ഇടുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തിനാണ് പെയിന്റ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ ആ സൂപ്പർ നോർമൽ സ്റ്റിമുലസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലാവുന്ന റീൽസിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ നോക്കിയാൽ ഭയങ്കര കുറേ കട്ടും ഷോർട്ടൊക്കെ ആയിട്ട് ഭയങ്കര നോയ്സി ആയിട്ട് ഒച്ചയും ബഹളമായുള്ള ടൈപ്പുള്ള റീൽസ് ആയിരിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ അതൊരു സൂപ്പർ നോർമൽ സ്റ്റിമുലസ് ആണ്. നമ്മുടെ സാധാരണ റിയൽ ലൈഫിൽ കാണുന്നതിനാണ് സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, കുറച്ചുകൂടി ഫണ്ണായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, കുറച്ചുകൂടി ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൂപ്പർ നോർമൽ സ്റ്റിമുലസ് ബ്രെയിന് കിട്ടുമ്പോൾ ബ്രെയിൻ അത് കുറച്ചും കൂടി നേരെ കണ്ടുകൊണ്ടിരിക്കുന്നു. എക്സാക്ട്ലി ഈ ഒരു സൂപ്പർ നോർമൽ സ്റ്റിമുലയാണ് നിങ്ങൾ പോൺ കാണുമ്പോൾ കിട്ടുന്നത്. കാരണം പോൺ കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇതല്ല, നിങ്ങൾ ഇതാണ് കാണുന്നത്. ആക്ച്വലി നിങ്ങൾ റിയൽ ലൈഫിൽ കാണുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാതെ
വളരെ എൻഹാൻസ്ഡ് ആയിട്ട്, അത് ആർട്ടിഫിഷ്യലി ആവാം അല്ലാതെ ആവാം, അങ്ങനെ നമ്മൾ റിയൽ ലൈഫിൽ പൊതുവെ കാണാത്ത രീതിയിലുള്ള ആൾക്കാരും അങ്ങനത്തെ ഒരു എൻവയോൺമെൻ്റ് ആണ് നിങ്ങൾ പോണിൽ കാണുന്നത്. അപ്പോൾ അതൊരു ബ്രെയിൻ എന്ത് ചെയ്യും, ഭയങ്കര ഒരു സൂപ്പർ നോർമൽ സ്റ്റിമുലസ് ആയിരിക്കും കൊടുക്കുന്നത്. അതുവഴി നിന്നാണ് നിങ്ങൾക്ക് വീണ്ടും 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 കാണാൻ വേണ്ടി തോന്നും. എക്സാക്ട്ലി ഈ ബേർഡിനെ പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും അപ്പോൾ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ ഈ 2 റീസൺസ് ആണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ പോണിലേക്ക് അഡിക്റ്റഡ് ആവുന്നത്. ഇതെന്തിനാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങളുടെ പ്രശ്നമല്ല. പല കുട്ടികളും വിചാരിക്കുന്നത് ഞാനിത് അഡിക്റ്റഡ് ആണ്, അത് എൻ്റെ പ്രശ്നമാണ്, ഞാനത് എനിക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ആ വിൽ പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അല്ല, നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ഒക്കെ ബ്രെയിൻ ഈ രീതിയിൽ വയേർഡ് ആയതുകൊണ്ടാണ്. സൂപ്പർ നോർമൽ സ്റ്റിമുലസ് കിട്ടുമ്പോൾ അത് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഒരു രീതിയിൽ നമ്മുടെ ബ്രെയിൻ വയേർഡ് ആയതുകൊണ്ടാണ് നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ മീസലോമിക് പാത്വേ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആ ഒരു ബിഹേവിയറിലേക്ക് വീണ്ടും വീണ്ടും മോട്ടിവേറ്റഡ് ആയത് അത് ബ്രെയിൻ ഓൾറെഡി ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമാണോ? നിങ്ങളുടെ പ്രശ്നമല്ല. നമ്മുടെ ബ്രെയിൻ എവല്യൂഷണറി അങ്ങനെയാണ് വയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറയുന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ അർത്ഥം നമുക്കിത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാണോ? അല്ല, നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ മാറ്റണമെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഞാൻ ഏറ്റവും സിമ്പിൾ പ്രശ്നങ്ങൾ, വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാത്ത പ്രശ്നങ്ങൾ മുതൽ ഏറ്റവും പ്രശ്നം കൂടിയ കാര്യങ്ങളിലേക്ക് വരെ ഞാൻ ഓരോ ലെവലായിട്ടായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, അങ്ങനെ ലെവൽ 3 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ലോങ് ടേം എഫക്ട്സിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഓരോ ലെവലായിട്ട് നമുക്ക് സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്യാൻ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം. ലെവൽ 1 പ്രോബ്ലമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് നിങ്ങൾ ഫോൺ കാണുന്ന സമയത്ത് അവിടെ നിങ്ങൾ സമയം ചിലവാക്കുന്നുണ്ട്. അരമണിക്കൂർ ആയിക്കോട്ടെ, 1 മണിക്കൂർ ആയിക്കോട്ടെ, സമയം അവിടെ പോകുന്നുണ്ട്. ആ സമയത്ത് ഓബ്വിയസ്ലി ബ്രെയിൻ പ്ലഷർ നിങ്ങൾക്ക് തരുന്നുണ്ട്, വീണ്ടും വീണ്ടും ആ ബിഹേവിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ഒക്കെ തരുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആക്ച്വലി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു പരിപാടിയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുക. നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാണ്, ചെയ്യാതിരിക്കുകയാണ്. അത് ലോങ് ടേമിൽ ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ടാക്കും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചു, നിങ്ങളൊരു 30 മിനിറ്റ്, അരമണിക്കൂർ നിങ്ങൾ എല്ലാ ദിവസവും ഈ ഫോൺ കാണുന്നുള്ളൂ. വലിയ പ്രശ്നം പോലും തോന്നില്ല അല്ലേ? ഒരു വർഷം നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാലോ ഓൾമോസ്റ്റ് 180 to 200 മണിക്കൂറായിരിക്കും നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ആ ഫോൺ കാണുന്ന സമയം മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ ആക്ച്വൽ ലൈഫിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അടുത്ത കുറച്ച് സമയങ്ങൾ, ചിലപ്പം മണിക്കൂറോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ഇൻക്ലൂഡിങ് പഠനം നിങ്ങൾക്ക് നടക്കില്ല അല്ലേ? നമ്മൾ ആ ഒരു മൂഡ് മൊത്തത്തിൽ മാറും. ഇതിനും സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഡോപ്പമിൻ ഭയങ്കര കാര്യമായിട്ട് നിങ്ങൾ ബ്രെയിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോപ്പമിൻ ഇങ്ങനെ ഹൈറ്റൻ സ്റ്റേറ്റിലായിരിക്കും നിൽക്കുക. അത് പെട്ടെന്ന് ഒഴിവാകുന്ന സമയത്ത്, നിങ്ങൾ ഫോൺ നിർത്തുന്ന സമയത്ത് അല്ലെ, ജസ്റ്റ് ആ ദിവസത്തേക്ക് നിർത്തുന്ന സമയത്ത് അവിടെ ഡോപ്പമിൻ ക്രാഷ് വരും. അത് ബ്രെയിനിൽ ഡോപ്പമിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം, വീണ്ടും നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങൾ, പഠനം ഇൻക്ലൂഡിങ് അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമും കൂടി നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു വർഷം നിങ്ങളൊരു 300 to 400 മണിക്കൂറുകളായിരിക്കും കളയുന്നത്. ഇനി ഈ ഒരു സമയം കൊണ്ട് പഠനം മാത്രം ചെയ്യണോ? അല്ല, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി ആ ഒരു ഹോബി ബിൽഡ് ചെയ്യേണ്ട ടൈമാണ് നിങ്ങൾ നഷ്ടപ്പെടുന്നത്. ഇനി അതല്ല, നിങ്ങളുടെ പേഴ്സണൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ആക്ച്വൽ റിയൽ ലൈഫിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കുന്നത്. ഇനി ഇതൊന്നും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ സമയം കിടന്ന് ഉറങ്ങുകയാണ് ഈവൻ ബെറ്റർ. കാരണം ഉറങ്ങുന്നത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിനിൽ ആക്ച്വലി അത് മെമ്മറി ആയിട്ട് കൂടുതൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സമയം നിങ്ങൾ വെറുതെ കിടന്ന് ഉറങ്ങിയാൽ പോലും യുവർ ഹോൾ ലൈഫ് വിൽ ബി മച്ച് മോർ പ്രൊഡക്റ്റീവ് ദാൻ വേസ്റ്റിംഗ് ഔട്ട്. അപ്പോൾ ഏറ്റവും ലെവൽ 1 പ്രശ്നം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ലെവൽ 1 പ്രോബ്ലം മാത്രമാണ്. ലെവൽ 2ലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവും. ലെവൽ 2 പ്രോബ്ലംസ് കൂടുതൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ്. അതിൽ സൈക്കോളജിക്കൽ പ്രോബ്ലമിൽ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നതായിരിക്കും ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആൻഡ് ബോഡി ഇമേജ് പ്രോബ്ലം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി പോലത്തെ സാധനമൊന്നുമല്ല. നിങ്ങളെ വീണ്ടും വീണ്ടും അതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോറിതമിക് കാര്യമാണത്. അപ്പോൾ ഇതുവഴി പല പല സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രശ്നമാണ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ. നിങ്ങൾ ഫോൺ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഭയങ്കര അക്രോബാറ്റിക് ആയിട്ട്, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട്, പ്രത്യേക രീതിയിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ സെക്ഷൽ ആക്ട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ റിയൽ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു എക്സ്പെക്ടേഷനിൽ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പ്രശ്നമാണ് ബോഡി ഇമേജ് പ്രോബ്ലംസ്. നിങ്ങൾ ഫോണിൽ കാണുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ ഒരു ആർട്ടിഫിഷ്യൽ മുട്ടയാണ്. അത് ആർട്ടിഫിഷ്യലി പലരെയും എൻഹാൻസ് ചെയ്ത ബോഡീസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അല്ലെങ്കിൽ തന്നെ ആ ഒരു സൂപ്പർ നോർമൽ സ്റ്റിമുലസ് നിങ്ങളുടെ ബ്രെയിൻ തരാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ആൾക്കാരായിരിക്കും സെലക്ട് ചെയ്ത് എവിടെ കൊണ്ടുവരിക. അത് റിയൽ
റിയൽ വേൾഡ് സാധാരണ നമ്മൾ കാണുന്ന ആൾക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ബോഡി ഇമേജ് പ്രോബ്ലംസ് സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറും നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഈ പോണിൽ കണ്ട ആ ഒരു ആൾക്കാരുമായിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവർ അട്രാക്റ്റീവായിട്ട് തോന്നില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ വർഷങ്ങളോളം അട്രാക്റ്റഡ് ആയിട്ട് ആരുമായിട്ടാണ്, ഈ ഒരു സ്ക്രീനിൽ കണ്ട ആ ഒരു പുരുഷനുമായിട്ടോ അല്ലെ ആ ഒരു സ്ത്രീയുമായിട്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ റിയൽ ലൈഫിൽ കാണുന്നവർ അവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മനസ്സാല ഭയങ്കര ഇഷ്ടമുള്ള പാർട്ട്ണർ ആയിരിക്കും, എങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അട്രാക്റ്റീവ്നെസ് തോന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറിന് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ബോഡി ഇമേജിനും ഇത് എഫക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ പോണിൽ കാണുന്നത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെക്കാളും എത്രയോ ഫിസിക്കലായിട്ട് ഭയങ്കര മസ്കുലറായിട്ട് അല്ലെങ്കിൽ ഭയങ്കര പ്രത്യേക രീതിയിലുള്ള ബോഡിയുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു ആക്സിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഓക്കെ നിങ്ങളുടെ ബോഡിക്ക് അത് പറ്റില്ല, അല്ലെ നിങ്ങളുടെ ബോഡിയിലുള്ള ടൈപ്പുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടി അല്ല എന്നുള്ള കാര്യം മെല്ലെ മെല്ലെ ബ്രെയിൻ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കല്ല അങ്ങനെയാണോ ഇങ്ങനെയാണോ, അല്ല. നമ്മുടെ ബ്രെയിൻ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അൺകോൺഷ്യസ്ലി ആണ് പഠിക്കുക. നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളല്ല മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. ആ അൺകോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ ബ്രെയിൻ പഠിച്ചു വെക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ലൈക്ക് ഞാനിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെവി തുറന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളർ നിങ്ങളുടെ മനസ്സിൽ വരും. ഞാനിവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുട്ബോൾ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ചോയ്സ് അല്ല, നിങ്ങൾ ഓൾറെഡി കേട്ടു എന്ന് മാത്രമല്ല ആ ഫുട്ബോളിൽ നിന്ന് പിക്ചർ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, അല്ലെ ഫുട്ബോളിന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഞാൻ ടെന്നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി ടെന്നീസ് എന്ന് പ്രോസസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടെന്നീസ് ബോർഡ് ചിലപ്പോൾ ഒരു ടെന്നീസ് കോർട്ട് നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ചോയ്സ് ഉള്ള കാര്യമല്ല. അതേപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും. ഇത് നിങ്ങൾക്ക് ചോയ്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ ബ്രെയിൻ അൺകോൺഷ്യസ്ലി പഠിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഞാൻ പഠിക്കില്ല, ഞാനിങ്ങനെ ആവില്ല എന്നുള്ള കാര്യം പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി അടുത്ത ചോദ്യം, ഇതൊക്കെ ആക്ച്വൽ ലൈഫിലുള്ള കാര്യമാണോ, സാറ് വെറുതെ തള്ളുന്നതല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി പല റിസർച്ചസ് നടന്നിട്ടുണ്ട്. പല പല ആക്ച്വൽ റിലേഷൻഷിപ്പിലും മാരീഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പോൺ കാണുന്നതിൻ്റെ എഫക്ട്സ് വളരെ എക്സ്റ്റെൻസീവായി സ്റ്റഡി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസർച്ചിൻ്റെ ഗ്രാഫാണ് ഞാൻ കാണുന്നത്, നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ലോ പോൺ യൂസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണെങ്കിൽ ജനറലി അത് ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും, അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പോൺ യൂസ് ആവറേജ് ആണെങ്കിൽ ആ സ്റ്റെബിലിറ്റി കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര ഹൈ പോൺ യൂസ് ആണെങ്കിൽ ജനറലി ആവറേജ് സ്റ്റെബിലിറ്റി, റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി ഭയങ്കര കുറവായിട്ടുള്ള കാര്യം കാണാൻ പറ്റും. ഇതൊരൊറ്റ സ്റ്റഡി മാത്രമാണ്, പക്ഷേ പല പല സ്റ്റഡീസും ഇതേ വിഷയത്തിനെ പറ്റി നടന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൺക്ലൂഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഹൈ പോൺ യൂസ് വരുന്ന സമയത്ത് റിലേഷൻഷിപ്പ്, നിങ്ങൾ ഫ്യൂച്ചറിൽ കിടക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയാനാണ് ചാൻസ് ഉള്ളത്. ലെവൽ 2 സൈക്കോളജിക്കൽ പ്രശ്നത്തിൽ രണ്ടാമത്തെ പ്രശ്നമാണ് അഡിക്ഷൻ ലൂപ്പ്. അപ്പോൾ ഈ ചാനലിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് ലൂപ്പിൻ്റെ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഹാബിറ്റ് ലൂപ്പ് പല പല നല്ല ബിഹേവിയേഴ്സും തുടങ്ങാൻ വേണ്ടി നമ്മളെ സഹായിക്കും. പല പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂ ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നു, നിങ്ങൾ ചായ കുടിക്കുന്നതായിരിക്കും അവിടെ ക്യൂ. ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ബിഹേവിയർ എന്തായിരിക്കും? പഠനമാണെങ്കിൽ ആ പഠനം ആ ഒരു ബ്രെയിൻ ക്രേവ് ചെയ്യാൻ തുടങ്ങും. പഠിക്കാൻ വേണ്ടി ക്രേവ് ചെയ്യല്ല, നമ്മുടെ ബിഹേവിയർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ പല്ലേക്കാനുള്ള ഫീലിംഗ് വരില്ലേ, അതുപോലെ ആവും നമ്മൾ ആ ഹാബിറ്റ് ലൂപ്പ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ആ ക്രേവിങ് വരുന്നു. അത് കാരണം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഓട്ടോമാറ്റിക് ബിഹേവിയർ പഠനമാണ്. നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പഠിക്കുന്നു. അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഡോപ്പമിൻ ഇൻക്ലൂഡിങ് പല പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യുന്നു. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇത് വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഹാബിറ്റ് ലൂപ്പ്. ഇനി മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു നല്ല ഹാബിറ്റ് തുടങ്ങുന്നതിൻ്റെ എക്സാമ്പിളാണ്. മോശം ഹാബിറ്റ്സിൻ്റെ കേസിൽ ഈ ഹാബിറ്റ് ലൂപ്പ് വർക്ക് ചെയ്യുന്ന മാത്രമല്ല കുറച്ചും കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ഈവൻ നമ്മുടെ പോണിൻ്റെ കേസിലും ഇത് ഭയങ്കര ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ക്യൂ എന്തായിരിക്കും? നിങ്ങൾ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, വേറെ ആരും വീട്ടിലില്ല. അപ്പോൾ ക്യൂ എന്താണ്? അതുതന്നെയാണ് എല്ലാ പ്രാവശ്യവും ബെഡിൽ കിടക്കുന്ന ലേസിയായി കിടക്കുന്നതാണ് ക്യൂ. അതിന് മുൻപ് നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ആരും വീട്ടിലില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ബെഡിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ അവിടെ തന്നെ സജസ്റ്റ് ചെയ്യും ഏറ്റവും സിമ്പിൾ പരിപാടി എന്താണ്? ഈ ഫോൺ കാണാം. അപ്പോൾ ആ ഒരു ക്രേവിങ്, ആ ഫോൺ കാണാൻ വേണ്ടി, ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഫീലിംഗ് കിട്ടും. അപ്പം നിങ്ങളുടെ റെസ്പോൺസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളത് ആക്ച്വലി കാണുന്നു. ആക്ച്വലി കാണുമ്പോൾ എന്താണ്? ഭയങ്കര റിവാർഡ്സാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് റിവാർഡ് കിട്ടുന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷനും കുറച്ച് റിവാർഡേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇത് വേറെ ലെവൽ റിവാർഡായിരിക്കും കിട്ടാൻ പോകുന്നത്. അങ്ങനെ റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രെയിൻ പറയും ഇത് നല്ല ബിഹേവിയറാണ്, നമുക്ക് ഇനിയും ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ എന്ത് ചെയ്യും? ഇതൊരു ഹാബിറ്റ് ലൂപ്പ് ആവും. ഓരോ പ്രാവശ്യവും നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഈസി ആവും, ഭയങ്കര ഫാസ്റ്റ് ആവും. നിങ്ങൾ ആദ്യം പ്രാവശ്യം നിങ്ങൾ ചിലപ്പോൾ എന്താണ് ഒരു പക്ഷേ വീട്ടിൽ പേരൻസ് ഇല്ല എന്നുള്ളതൊക്കെ ഉറപ്പിച്ച് കുറേ സമയം എടുത്തിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കി. പക്ഷേ ഇപ്പോൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് കുറേ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര ഈസി ആയി മാറി. ഇങ്ങനെ ഈസി എത്രത്തോളം ആവുന്നുണ്ടോ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഇത് തിരിച്ച് റിവൈൻഡ് ചെയ്യാൻ നിങ്ങൾ ഭയങ്കര കഷ്ടപ്പെടും. എത്രത്തോളം നാൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നോ അത്രത്തോളം സമയം എടുക്കും, അത്രത്തോളം എഫേർട്ട് ആയിരിക്കും ഇതിന് ബാക്കോട്ട് പോകാൻ വേണ്ടി. രണ്ടാമത് ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നടക്കും. അതായത് നിങ്ങളിത് ചെയ്ത്
ഈ റിവാർഡ് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനാണ് നമ്മൾ സയൻറ്റിഫിക്കലി ടോളറൻസ് എന്ന് വിളിക്കുക. നിങ്ങളുടെ ബ്രെയിനിന് ഈ റിവാർഡിനോട് ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ആ റിവാർഡ് വീണ്ടും വീണ്ടും കിട്ടിയിട്ട് എന്താണ് വലിയൊരു ഫീലിംഗ് കിട്ടുന്നത്, എഫക്റ്റ് കിട്ടുന്നില്ല. പല നിങ്ങൾ വെള്ളം അടിക്കുന്ന ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവൻ ആദ്യം മെല്ലെ ബിയറൊക്കെ കുടിച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ മെല്ലെ ബിയർ കുടിച്ചിട്ട് അവർക്ക് ഒരു എഫക്റ്റ് ഒരു ഇമ്പാക്റ്റ് ഇല്ല. അപ്പോൾ മെല്ലെ അവർ എന്ത് ചെയ്യും, ഗ്രേഡ് കൂട്ടാൻ തുടങ്ങും. മേ ബി ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ് വരെ എത്തിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് പോണിൻ്റെ കാര്യത്തിൽ. പലപ്പോഴും നിങ്ങൾ ചിലപ്പം ഭയങ്കര സിമ്പിളായിട്ട് പിക്ചേഴ്സൊക്കെ നോക്കിയിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുക. മെല്ലെ പിക്ചേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഗ്രേഡ് കൂട്ടി വരും. അങ്ങനെ കുറേ പേര് ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ് പല ഫോറത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അവർ ഇങ്ങനെ സിമ്പിളായിട്ട് തുടങ്ങിയിട്ട് അവസാനം അവരാദ്യമൊക്കെ ഇത് കാണുന്നതിന് മുൻപ് അവരിങ്ങനെ ഒരുമാതിരി വെറുക്കുന്ന അല്ലെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, അന്ന് തോന്നിയ കാര്യങ്ങൾ ഇന്ന് അത് കണ്ടാലേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, അവർക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരുള്ളൂ എന്നുള്ള രീതിയിലാവും. ഇതിൻ്റെ കാരണമാണ് ഈ ബ്രെയിൻ ഉണ്ടാക്കുന്ന ടോളറൻസ്. അപ്പോൾ ഈ ടോളറൻസ് കുറച്ച് കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിലുള്ള പോണ കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അത് കാര്യമായുള്ള സൈക്കോളജിക്കൽ പ്രശ്നത്തിലേക്ക് ലോങ് ടേമിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെയിൻ പ്രശ്നം. മൂന്നാമത്തെ സൈക്കോളജിക്കൽ പ്രശ്നമാണ് ഒബ്ജക്റ്റിഫിക്കേഷൻ ആൻഡ് റെഡ്യൂസ് എംപതി. നിങ്ങൾ ഈ കുറേ പോൺ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ പോണിലൊക്കെ ആക്ച്വലി വിമനെയും അതുപോലെ മെന്നിനെയൊക്കെ ഒബ്ജക്റ്റിഫൈ ആണ്, ഒരു ഒബ്ജക്റ്റിനെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രശ്നം എന്താണ്, നിങ്ങളിത് വീണ്ടും കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ എന്ത് സാധനം കിട്ടിയാലും അത് സബ് കോൺഷ്യസ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നാച്ചുറലി നിങ്ങളുടെ ബിഹേവിയറിൻ്റെ ഭാഗമാവും. അങ്ങനെ മെല്ലെ നിങ്ങളിത് കണ്ട് നിങ്ങൾ ആക്ച്വൽ റിയൽ ലൈഫിലും നിങ്ങൾ കാണുമ്പോൾ ആരെ കാണാണെങ്കിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ ലെൻസിലൂടെ നിങ്ങൾ മെല്ലെ കാണാൻ തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഞാൻ വെറുതെ തള്ളിവിടുകയല്ല. ഇതിനെപ്പറ്റി ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അത് ക്രോസ് കൺട്രി സ്റ്റഡീസ് വരെ നടന്നിട്ടുണ്ട്. ജർമ്മനി, കൊറിയ, തായ്വാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യയിലൊക്കെ ഈ സ്റ്റഡി നടന്നിട്ടുണ്ട്. എവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ ഗ്രാഫ് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് എത്രത്തോളം പോണോഗ്രാഫിയുടെ ഫ്രീക്വൻസി ഉണ്ടോ അത്രത്തോളം സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷൻ കൂടുതലാണ്. ഇത് ആണുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മെൻ ആൻഡ് വിമൻ ബോത്ത് നിങ്ങൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സിമിലർ ബിഹേവിയർ ആണ് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും കാണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ പോൺ ഇങ്ങനെ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നു അത്രത്തോളം ആൾക്കാരെ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലെൻസിലൂടെ നോക്കാൻ വേണ്ടിയുള്ള ബിഹേവിയർ നിങ്ങൾക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു പ്രശ്നമുള്ളത് റെഡ്യൂസ്ഡ് എംപതിയാണ്. അപ്പോൾ കുറേ സ്റ്റഡീസ് ഈ ബ്രെയിൻ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതായത് പോൺ കാണുന്ന സമയത്തും ഈ ഹ്യൂമൻ ബോഡിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇമേജുകളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഹ്യൂമൻ ബ്രെയിൻ സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് വളരെ ക്ലിയർ ആയി രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, നമ്മുടെ ബ്രെയിനിലെ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലെ ഗ്രാബ് ചെയ്യാനും സാധനങ്ങളൊക്കെ ഗ്രാബ് ചെയ്യാനും അതുപോലെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല. മാനിപ്പുലേറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തകൾ വരുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളില്ലേ, അതാണ് ആക്ടിവേറ്റ് ആവുന്നത്. അതേസമയം നമുക്ക് ജനറലി എംപതിക്കും സെൻറ്റേഴ്സും കാര്യങ്ങളുണ്ട്. ആ സെൻറ്റേഴ്സൊക്കെ ഡിക്രീസ്ഡ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഭാഗങ്ങളൊക്കെ റെഡ്യൂസ്ഡ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡീസൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ലോങ് ടേമിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, വീണ്ടും ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ, അതായത് ഇങ്ങനെ ആൾക്കാരെ പിടിക്കാനും ഗ്രാബ് ചെയ്യാനും ആ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എംപതി, ആൾക്കാരോടുള്ള എംപതി, അവരിങ്ങനെ ചിന്തിക്കുന്ന ആര് അതിൻ്റെ കഴിവ് കുറയാനും ചാൻസ് ഉണ്ടെന്നാണ് ഈ സ്റ്റഡീസ് ക്ലിയർലി കാണിക്കുന്നത്. ലെവൽ 2 സൈക്കോളജിക്കൽ പ്രശ്നത്തിൽ നിൽക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, ആക്ച്വലി പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്, അതും കൂടുതൽ ലോങ് ടേമിൽ വരാൻ പോകുന്നത് ലെവൽ 3 അതിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മേജർലി ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് പോണോഗ്രഫി അഡിക്ഷൻ കൊണ്ട്. ഒന്ന് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ റിലേഷൻഷിപ്പ് ഡാമേജും. എന്താണ് ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു പേര് പഠിക്കണം. ആ പേരാണ് PIED, പോൺ ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അതിൽ പേരിൽ തന്നെ കാര്യമുണ്ട്. പോൺ കാരണം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് PIED എന്ന് പറഞ്ഞിട്ട്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ PIED ഭയങ്കര സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്തതും അതിന് കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ്, അതായത് ഇങ്ങനെ പോൺ കുറേ കണ്ടു കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരുന്നുള്ള കാര്യം ഭയങ്കര കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിന് മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോൺ ഇത്രത്തോളം നമ്മുടെ ലോകത്ത് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത് വളരെ റീസെൻ്റ്ലി ആണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ടേ ഉള്ളൂ ഈ ഇൻ്റർനെറ്റ് പോൺ എല്ലാവർക്കും ആക്സസ് കിട്ടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ എഫക്റ്റ് ഇനി അടുത്ത ഒരു 10-20 വർഷത്തിലായിരിക്കും ആക്ച്വലി സ്റ്റഡി ചെയ്തിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യപ്പെടുക. പക്ഷേ ഓൾറെഡി സയൻറ്റിഫിക് സ്റ്റഡി പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിലും ഓൾറെഡി അനിക്ഡോട്ടൽ എവിഡൻസ്, അതായത് ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്നുള്ള എവിഡൻസ് ഓൾറെഡി പല ഫോറമിലായിക്കോട്ടെ പല ആർട്ടിക്കിൾസിലായിക്കോട്ടെ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നിങ്ങൾ ഓവർ പോൺ കണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഈ സെക്ഷൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾ കണ്ട കാര്യങ്ങളില്ലേ അതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുക.
എന്നിട്ട് നാളെ പെട്ടെന്ന് പിടിച്ചിട്ട് റിയൽ ലൈഫിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിൽ ഈ സൂപ്പർ നോർമൽ സ്റ്റിമുലസ് ഒന്നും ഇല്ലാത്ത നിങ്ങൾ ബ്രെയിൻ സബ് കോൺഷ്യസ്ലി പഠിച്ച കാര്യം അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പിടിച്ചിടുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നാച്ചുറലി കൊണ്ടുവരേണ്ട ബോഡിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ അത് കൊണ്ടുവരാതിരിക്കുകയും അതുവഴി ഈ പറഞ്ഞ പോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇത് ക്ലിയർലി സ്റ്റഡി ചെയ്യപ്പെടില്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, പക്ഷേ ഇതിൻ്റെ പല വേരിയേഷൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സെക്ഷുവലി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇത് വീണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആക്റ്റീവ്ലി എടുക്കുന്ന ചോയ്സിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ ബ്രെയിൻ ഇറ്റ് ഗെറ്റ്സ് യൂസ് ടു ദിസ് സ്ക്രീൻ. അതേല്ലേ ഈ ഒരു ആക്ടിവിറ്റി ഓൺ സ്ക്രീൻ. നിങ്ങളൊരു ഒബ്സർവർ ആയിട്ട് ഇരുന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒബ്സർവ് ചെയ്ത് അതും സാധാരണ ആൾക്കാർ മാത്രമല്ല, ഫിസിക്കലി ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ റിയൽ ലൈഫിൽ ഇത് വരുന്ന സമയത്ത് ആ ഒരു സൂപ്പർ നോർമൽ സ്റ്റിമുലസും ഒന്നുമില്ല സമയത്ത് നമ്മുടെ ബ്രെയിൻ വേണ്ട രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യില്ല. ഇത് ആക്ച്വലി ഡോക്യുമെന്റഡ് ആയിട്ട് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്യാം. വൺസ് നിങ്ങളിത് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ പോൺ അഡിക്ഷൻ നിർത്താൻ ചാൻസ് ഉണ്ട്. ഇനി വീണ്ടും മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. നിങ്ങൾ കുറേ നാളായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബേസിസിൽ മെല്ലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാനേ പറ്റുന്നുണ്ടാവുള്ളൂ. അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം മറ്റൊരു വീഡിയോസിലെ കാര്യം ഞാൻ തീർച്ചയായിട്ടും എടുക്കുക. അത് വേണമെങ്കിൽ തീർച്ചയായും യെസ് സർ എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് പോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഉദ്ദേശിച്ചത്, പല മോശം ബിഹേവിയേഴ്സും നമുക്ക് നിർത്താൻ പറ്റുന്ന രീതികളുണ്ട്, സയൻറ്റിഫിക്കലി വർക്ക് ചെയ്യുന്ന രീതികളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും യെസ് സർ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ആക്ച്വൽ റിലേഷൻഷിപ്പിൽ ലോങ് ടേമിൽ നിങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന ഇഷ്യൂസ് ഓൾറെഡി നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ആക്ച്വലി റിയൽ ലൈഫിൽ നടക്കുന്നത്. പോൺ യൂസ് കൂടുന്ന സമയത്ത് റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി കുറയുന്നുണ്ട്. ഇതിന് സൈക്കോളജിക്കൽ വശം കൂടി ലോങ് ടേമിൽ ചിലപ്പം നിങ്ങൾ ഇനി കാണും. അതായത് നിങ്ങളുടെ ആക്ച്വൽ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇൻറ്റിമസിയും ആ ട്രസ്റ്റൊക്കെ ഡാമേജ്ഡ് ആയി പോകുന്ന രീതിയിൽ ഇനി അങ്ങോട്ട് കൂടാൻ പോകുന്നുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സ്ക്രീൻ കാണുന്ന ആ ഒരു ഫോൺ ഭയങ്കര ഈസി ആക്സസിബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾ ആരെയും ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ബോഡി നന്നാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യണം. നിങ്ങൾ വെറുതെ പോയി ഇരുന്നാൽ മതി. സോ ഇറ്റ് ഇസ് വെരി ഈസി. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇന്നത്തെ കാലത്ത് ആക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾ ആ ഒരാളെ ഇംപ്രസ് ചെയ്യണം, അത് കുറേ സമയമെടുക്കും. അത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു കാര്യങ്ങളും നടക്കില്ല. കുറേ സമയത്ത് ട്രസ്റ്റും ആ ഒരു ഒക്കെ ബിൽഡ് ചെയ്ത് എടുത്തു കഴിയുമ്പോഴാണ് അത് നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ പോവുക. നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ സ്ക്രീൻ ഓണാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഫോൺ ഓണാക്കി വെച്ചിട്ട് ഈ പരിപാടി അങ്ങോട്ട് തീർത്താൽ മതി. ഇത് ആക്ച്വലി റിയൽ ലൈഫിൽ പ്ലേ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് പലർക്കും എന്താണ് ഇപ്പോൾ ആക്ച്വൽ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട. ഇനി ഈ ഒരു പ്രശ്നം ഇനി അങ്ങോട്ട് കൂടുതലാവുള്ളൂ എന്നുള്ള പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ ഇനി പല രീതിയിലും എൻഹാൻസ്ഡ് ആകാൻ പോവാണ്. ഇപ്പോൾ വെർച്വൽ റിയാലിറ്റി മുതൽ ആക്ച്വൽ സെക്സ് ഡോൾസ് വരെ ഇപ്പോൾ ലോകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ലോ എഫേർട്ടിൽ ഭയങ്കര ഹൈ റിവാർഡ് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആക്ച്വൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അത് തുടങ്ങാൻ തന്നെ നിങ്ങൾക്ക് മടിയായിരിക്കും. അത് തുടങ്ങാൻ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. മാത്രമല്ല നിങ്ങൾ പണ്ട് റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാലും ഇറ്റ്സ് നോട്ട് വെരി ഈസി. അതിൽ അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നടക്കില്ല. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ഫ്രിക്ഷൻ പോലെ തോന്നും. അപ്പോൾ എപ്പോഴും വീണ്ടും ഈ ഒരു ഈസി കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി നിങ്ങൾക്ക് വരും. ഈ ചിലവരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇതിനിപ്പോൾ എന്താ കുഴപ്പം, അതല്ലേ ഈസി, അത് ചെയ്താൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളുടെയൊക്കെ സൈക്കോളജിക്കൽ എഫക്ട്സ് ആക്ച്വലി സ്റ്റഡി ചെയ്ത് വരുന്നേ ഉള്ളൂ. കണ്ടിടത്തോളം ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനും അതുപോലെ നിങ്ങളുടെ ആക്ച്വൽ ബിഹേവിയറിനും നല്ല രീതിയിലല്ല മുന്നോട്ട് പോകാൻ അത് സഹായിക്കുക. ഇനി ഇത് കുറച്ചും കൂടി ഇതിൻ്റെ എൻഹാൻസ്ഡ് വേർഷനിലേക്ക് നിങ്ങൾ കടക്കുമ്പോഴും മനുഷ്യന്മാർ കിടക്കുന്ന സമയത്ത് ഇത് ആക്ച്വൽ നമ്മുടെ ലൈഫിനെയും നമ്മുടെ മെൻ്റൽ ലൈഫിനെയും നമ്മുടെ സൈക്കോളജിനെയൊക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം സ്റ്റഡി ചെയ്യപ്പെട്ടില്ല, ഇനി സ്റ്റഡി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ കറണ്ട് എവിഡൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നിങ്ങൾ കൂടുതൽ ഹാപ്പിയർ ആവാൻ പോകുന്നില്ല. കേൾക്കുമ്പോൾ തോന്നും ഭയങ്കര ഈസിയാണ്, പക്ഷേ ലോങ് ടേമിൽ നിങ്ങളുടെ ഹാപ്പിനെസ് ഡിക്ലൈൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത് നമ്മുടെ കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്രം ലെവൽ 1 to level 3 ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള മുതൽ ഏറ്റവും സീരിയസ് ആയിട്ട് ഏറ്റവും ഡാമേജിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോൺ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. ഇനി ഇതിലെല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെയല്ല ഉണ്ടാവുക. നിങ്ങളുടെ പോൺ യൂസിങ്ങിൻ്റെ ഫ്രീക്വൻസി, അത് എത്ര നാൾ നിങ്ങൾ ഉപയോഗിക്കുന്നു, എത്ര നാളായി നിങ്ങൾ ഉപയോഗിക്കുന്നു, ഇനി എങ്ങോട്ട് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഓവറോൾ സയൻറ്റിഫിക് റിസർച്ച് സജസ്റ്റ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു അവോയ്ഡ്. സോ നിങ്ങൾ ഇതുവരെ ഈ ഫോണും പരിപാടികളും കാണാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങാത്ത ആളാണെങ്കിൽ നിങ്ങൾ തുടങ്ങാതിരിക്കുകയായിരിക്കും ഏറ്റവും ഈസി. കാരണം പല മോശം ഹാബിറ്റ്സും നിങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ചെറുപ്പം മുതൽ നന്നായിട്ട് ചായ കുടിച്ച് ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെയും ചായ വേണം, ചിലപ്പോൾ രാവിലെ 2 ചായ വേണം, വൈകുന്നേരം 2 ചായ വേണം, അങ്ങനെ ശീലിക്കുന്ന ആളാണ്. ഇനി ചായ ഒരു ദോഷകരമായിട്ടുള്ള കാര്യമല്ല, അപ്പോൾ എനിക്കത് വലിയ കുഴപ്പമില്ല. എന്നാൽ അലൻ സാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അലൻ സാർ ചെറുപ്പം മുതൽ ചായ ഒന്നും വലിയ കുടിക്കില്ലായിരുന്നു. അങ്ങനെ ചായ കുടിക്കുന്ന ശീലം ഉണ്ടാക്കിയിട്ടില്ല, പേരൻസ് ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചായ എന്ന് പറഞ്ഞ സാധനം
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നേ വരെ കുടിച്ചിട്ടില്ല എന്നാണ്. മേ ബി 1-2 തവണ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ചായ എന്ന് പറഞ്ഞ സാധനം കുടിക്കാറില്ല. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരം ആ ചായ ശീലമില്ല. ഈ ചായ എന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കെന്തോ ഡിസഡ്വാൻറ്റേജോ അലൻ സാറോ എന്തോ അഡ്വാൻറ്റേജും ഇല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ പോൺ പോലത്തെ ബിഹേവിയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, വൺസ് നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇതേപോലെ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്താ, തുടങ്ങാതിരിക്കുക. നമ്മുടെ റുട്ടീൻ്റെ ഒരു ശീലമാക്കാതിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി സിനാരിയോ ഡിഫറൻ്റ് ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി പോൺ യൂസ് ചെയ്യുന്ന ആളാണ്, അത് ഓരോ ലെവലിലായിരിക്കും ഓരോ ആൾക്കാർ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഒരു ദിവസം സ്വിച്ച് ഓഫ് ആക്കിയ പോലെ നിങ്ങൾക്ക് അത് നിർത്താൻ പറ്റണമെന്നില്ല. പറ്റുകയാണെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു യു, ഭയങ്കര നല്ല കാര്യം. പക്ഷേ 99% ആൾക്കാർക്കും ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. അപ്പോൾ അതിന് പ്രോപ്പറായ രീതികളുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു വീഡിയോസിൽ, അത് പോകേണ്ട കാര്യത്തിൽ മാത്രമല്ല എല്ലാ ബാഡ് അഡിക്ഷൻസിൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ അത് കുറയ്ക്കണം അല്ലെ അത് ഇല്ലാതാക്കണം എന്നുള്ള കാര്യം, സയൻറ്റിഫിക് ബേസിൽ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾ യെസ് സാർ എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ കമ്മ്യൂണിറ്റിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.